ബൈ ബൈ കാണിക്ക്. ഹലോ ഗായ്സ്, നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഫർഷിയുടെ വീട്ടിലേക്കാട്ടോ, മലപ്പുറത്തേക്ക് പോവുകയാണ്. ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. ബസ്സിലാണ് പോകുന്നത്. ബസ്സിന് വെയിറ്റ് ചെയ്തു, പിന്നെ ബസ് വന്നു. എന്നിട്ട് പോകുന്ന കാഴ്ചകളാട്ടോ അതൊക്കെ. അങ്ങനെ നമ്മൾ ഫർഷിൻ്റെ അടുത്ത് എത്തി. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഫർഷിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. കണ്ടാ മക്കനെ ബീബി ആയിക്കണു. മഞ്ജുക്കുട്ടി, ആ ഉമ്മച്ചിക്കുട്ടി. ഇല്ല പോയി ഓർഡർ കൊടുക്കാം. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ആ ഫുഡ് കഴിക്കാൻ പോയി അവിടുത്തെ ആംബിയൻസ് ആണ് അടിപൊളിയായിരുന്നു. ഫർഷി നമുക്ക് ഫുഡ് വാങ്ങി തന്നിരിക്കുന്നു. ഇന്ന് എന്താ കഴിക്കാൻ പോകുന്നത് നമുക്ക് കാണാട്ടോ. ഓർഡർ ചെയ്ത് മോമോസ്, ബൺമസ്ക പിസ്താച്ചിയോ, കുനാഫ പിസ്താച്ചിയോ, പിന്നെ ഇറാനി ചായ. പുതിയ ഷോപ്പാണ്. ഷോപ്പിന്റെ വീഡിയോ ഞാൻ പാലക്കാടൻ ഫുഡല്ലത്. ഓക്കെ, പിന്നെന്താ മലപ്പുറത്തേരെ ഫുഡാണ് ഇത്. അതും അറേബ്യൻ ഫുഡ്. കഴിച്ചിട്ട് അഭിപ്രായം തരാം. കഴിക്കാത്ത മുന്നേ ഇങ്ങനെ കാട്ടിൽ കുറച്ച് കൂടുതലാണ്. ഇതിനക്കും മുജിക്കും ഒന്ന് വൺമസ്ക കഴിക്കണ് ഗൈസ്. കുനാഫ വൺമസ്കാണത് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല? നല്ലത് നായിക്ക് പറ്റൂല. ഇത് ഇറാനി ചായ ആണ് കേട്ടോ. ചായ എങ്ങനെയുണ്ട്? കുടിച്ചില്ല. എക്കോ ഗൈസ് മൈക്കൊക്കെ വാങ്ങിയപ്പോ കണ്ടില്ലേ, മൈക്ക് സെറ്റ് ചെയ്യാൻ നിൽക്കുന്നു വലിയ ആളിപ്പാ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? തിരൂര് ചെമ്പ്രോട്ടത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്. രേണു ചേച്ചിനെ കാണാൻ പോവാണ് കേട്ടോ. അപ്പൊ രേണു ചേച്ചി ഇനി പറ. ബസ്സിൽ പോയ അവസ്ഥ വന്നു. ഞാനേ രാവിലെ കയറിയതാ പോണ ബസ്സില്. തിരൂക്കാണ് പോണത്. ബസ്സിൽ തൂങ്ങിയിട്ടാണ് പോകുന്നത്. എവിടെ തൂങ്ങുന്നൊന്ന് കാണിക്ക്. ഗൈസ്, ഒരു ഡോക്ടറെ മുഖത്ത് നോക്കി ഒരു കുട്ടി സംസാരിക്കുന്നത് എങ്ങനെയാന്ന് എങ്ങനെ ഒന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത് അത് പറയും. എന്ത് ഡോക്ടറാണ്? ഞാൻ ഡോക്ടറാണ്. ഞാൻ ബ്ലോഗറാണ്. മുഖം കാണിക്കടി. ഞാൻ ഡോക്ടറാണ്. നെക്സ്റ്റ് പറയാ. എന്തിന്റെ ഡോക്ടറാ? ഞാൻ മൃഗ ഡോക്ടറാ. ഞാൻ ബ്ലോഗറാ. പിന്നെ ഞാന് നാളെ എങ്ങോട്ടാ പോണ്? നാളെ കാലിക്കറ്റ് പോണ്ട്, കോഴിക്കോട് കേട്ടോ. നെക്സ്റ്റ് പിന്നെ കണ്ടേ ഗൈസ്, കോഴിത്തരം കാട്ടാൻ കോഴിക്കോട് പോണെന്നാണ് ആ കുട്ടി പറയുന്നത്. എന്താണ് എന്റെ മുഖത്ത് നോക്കി ഇന്നെ എന്താ ചെയ്യാ ഗൈസ്? ബസ്സിൽ നിന്ന് ഒരു കുറുമ്പി പെണ്ണിന് കിട്ടിയതാണ് കേട്ടോ ഗൈസ്. ഹലോ നമ്മൾ ഇന്ന് ഒരാളെ കാണാൻ പോകുന്നുണ്ട്. ആരെയാണെന്ന് പോയിട്ട് അവിടെ എത്തിയിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. പെണ്ണിന് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട്. ഏതോ ഒരു എന്താ പറയാ ഉസ്താദിന്റെ ഇത് കൂടിയിട്ടുണ്ട് തോന്നുന്നു. ഉസ്താദുമാർക്കൊന്നും കൂടുതൽ അള്ളാനെ പേടിച്ച് നടക്കുക. എല്ലാവരും പറയുന്നുണ്ട് ഫർസിക്ക് അള്ളാനെ പേടില്ല. ഞാൻ അള്ളാനെ മാത്രമേ പേടിക്കുള്ളൂ. ഞാൻ ഈ കമന്റ് വിടണവരെ ഞാൻ പേടിക്കുള്ളൂ. അത് ഏത് ഊളന്മാരായാലും ഊളത്തികളായാലും ഞാൻ പഠിച്ചോനെ മാത്രം പേടിച്ചാൽ മതി. വേറെ ഒരുവനെയും പേടിക്കണം. സത്യയുടെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഞാൻ അന്ന് വന്നപ്പോ തൊട്ട് ഇവിടെ ഒരു മാഷാവ കേട്ടു. എന്നാലും കുട്ടി നന്നായിക്കൊണ്ടു. സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാണ് അടുത്ത മനോഹരമായിട്ട് ഗാനത്തിന് വേണ്ടിയിട്ട്. Let's enjoy together. Thank you so much.
എത്താൻ വഴുകുന്നുള്ള ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പൊ ഇവളെ പകരം നിർത്താൻ വിചാരിച്ചത്. അത് കാരണമാണ് ഞങ്ങൾ ഇവളെ കൊടുത്തത്. കാരണം Yes, അപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ കലാകാരൻ പാലക്കാട് അടുത്തൊരു സോങ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ സോങ് കഴിയുമ്പോഴേക്ക് നമ്മുടെ രേണുസുതി വേദിയിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും തന്നെ ഒരുപാട് നാളുകളായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന ഒരു മൊമെന്റിലേക്കാണ് എത്തിച്ചേർന്നത്. നമ്മുടെ സ്വന്തം വിസ്മയാണ് വേദിയിലേക്ക് വരുന്നത്. വിസ്മയ മറിയ ജോയ് സെമി പെർമനന്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഏറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രേണുസുതി ബിഗ് ബോസ് സീസൺ 7 ഫെയിം ആയിട്ടുള്ള നമ്മളങ്ങനെ നല്ല എൻജോയ് ചെയ്തു. ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. രേണു ചേച്ചിൻ്റെ ഇപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഇവിടെ ഫർഷി ഈ ലോഡിംഗ് വണ്ടിയിൽ ഇവരുടെ കൂടെ പോവാട്ടോ. ഇവരുടെ കൂടെ പോകുകയാണ് കേട്ടോ. അവള് ഒന്നും ചവിട്ടല്ലേട്ടോ. ഒന്നും ചവിട്ടണ്ട ഫർഷി. മിണ്ടാതിരി അവിടെ. നമുക്ക് ഇവനെ കൊണ്ടുവരില്ലേ? പെണ്ണിന് ചെക്കനെ കൊണ്ടുപോയി ഈ വണ്ടിയിൽ. എടാ ഈ വണ്ടി കുറച്ച് വെറൈറ്റി. നീ പറയണ്ട. സൗണ്ട് എഞ്ചിനീയർ ആണ്. അപ്പൊ നമുക്ക് ഇനി 8-ാം തീയതി അവന്റെ കല്യാണത്തിന് കാണാം. അങ്ങനെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫർഷിൻ്റെ വീട്ടിലേക്ക് വിട്ടു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.